ഒരു അടിപൊളി റൂട്ട് പറഞ്ഞു തരട്ടെ. ഊട്ടിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു അടിപൊളി റൂട്ട്, കൃഷിസ്ഥലങ്ങളും ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു കിടിലൻ റൂട്ട് പറഞ്ഞു തരട്ടെ. ഒന്ന് വീഡിയോ കണ്ടു നോക്കി. ഊട്ടിയിൽ നിന്ന് കൂനൂർ റോഡിൽ പോന്നിട്ട് ലൗഡയിൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ ഗാന്ധിപ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കൂടി കഴിഞ്ഞ് കുറച്ച് മുന്നേക്ക് പോന്നു കഴിഞ്ഞാൽ ഈ ടേണിംഗ് പോയിന്റ് കാണാം. തമിഴ്നാട് സർക്കാർ പുതുതായിട്ട് ഉണ്ടാക്കിയ ഒരു ബൈപ്പാസെന്നോ ഒക്കെ ഒരു തിരക്ക് കുറക്കാൻ വേണ്ടി, കാരണം കൂനൂരിൽ നിന്ന് വരുമ്പോഴുള്ള തിരക്ക്, ഊട്ടിക്കിലെ തിരക്ക് കുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റോഡാണ്. റോഡ് കിടിലൻ വ്യൂ ആണ്. ഈ റോഡിലൂടെ പോരുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാം, അത്രയും ബെസ്റ്റാണ്. അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് മിക്കവാറും കാട്ടുപോത്തിനൊക്കെ കാണാൻ കഴിയും. കാരണം കാട്ടുപോത്ത് ഇവിടെ മിക്ക ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ് കാട്ടുപോത്ത് എന്നുള്ളത്. അവിടുത്തെ പൊതുവെ ആളുകളോടൊക്കെ പിന്നെ ഇണങ്ങി ജീവിക്കുന്നതായതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കില്ല, നമ്മളായിട്ട് അതിനുണ്ടാക്കാതിരുന്നാൽ മതി. അതുപോലെ തന്നെ ഈ റൂട്ടിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന മറ്റൊന്നാണ് കാട്ടേരി വാട്ടർഫാൾസും കാട്ടേരി ഡാമും. വലിയൊരു സംഭവമാണെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ എന്നാലൊന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഈ റോഡിൻ്റെ ഭംഗി അത് മറ്റൊന്നുമല്ല, ഈ കൃഷിയിടങ്ങൾ തന്നെയാണ്. നമ്മൾ ഊട്ടിയിൽ 3 മാസം ആണ് ഒരു കൃഷിയിടം ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് നടനമൊക്കെ 3 മാസം കാലയളവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും ഒന്നെങ്കിൽ നടനുണ്ടാവാം, അല്ലെങ്കിൽ വിളവെടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാം, നമുക്കൊന്ന് ഇറങ്ങി അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഈ കൃഷികളും അതിൻ്റെ ഭംഗിയും ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഈ റോഡ് കൂടിയുള്ള യാത്ര എന്ന് അതൊരു അടിപൊളി ട്രിപ്പ് തന്നെ. കാരണം ഈ റോഡിന് നേരെ നമുക്ക് വന്ന് തിരിച്ച് നമ്മൾ അതേമാതിരി തന്നെ കോയമ്പത്തൂർ റോഡുമ്പോൾ തന്നെ നമുക്ക് എത്തുന്നുണ്ട്. തിരിച്ച് ഊട്ടിയിലേക്കും വരാം, അതല്ലെങ്കിൽ കൂനൂർക്കും പോവാം. അപ്പോൾ ഊട്ടിയിൽ വരുമ്പോൾ നമ്മൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനും ഊട്ടി ബോട്ട് ഹൗസൊക്കെ കാണുന്നതിന് പകരമായിട്ട് ഊട്ടിൻ്റെ ഔട്ടറിലുള്ള ഈ ഭംഗി ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കണം. ഞാൻ നിർബന്ധമായിട്ടും പറയണു, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം.